ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മലയാളത്തിൽ പുതിയൊരു അധ്യായമാണ് നാമവിഭാഗം. നാമത്തെയും അതിൻ്റെ വിഭജനങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം നാമങ്ങളും അതിനോടനുബന്ധിച്ച വിവരങ്ങളും എന്താണെന്ന്. നാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ അവസ്ഥയുടെയോ പേരായ ശബ്ദത്തെയാണ് സാധാരണയായി നാമം എന്ന് പറയുന്നത്. നാമം 3 തരമുണ്ട്: ദ്രവ്യനാമം, ഗുണനാമം, അതുപോലെ ക്രിയനാമം. ഈ 3 തരത്തിലുള്ള നാമങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ 3 തരത്തിലുള്ള നാമങ്ങൾ നമുക്ക് ഓരോന്നായി വിശദീകരിച്ച് നോക്കാം. എങ്ങനെയാണ് നാമത്തെ നമ്മൾ തിരിച്ചറിയുന്നത്? നമുക്ക് PSCയിലേക്ക് വേണ്ട ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഓരോ നാമം തന്നിട്ട് അത് എങ്ങനെ ദ്രവ്യനാമമാണോ ഗുണനാമമാണോ ക്രിയാനാമമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിച്ച് പറയുന്നതാണ് ദ്രവ്യനാമം. ജീവനുള്ളതോ അല്ലെങ്കിൽ ജീവനില്ലാത്തതോ ആയ എന്തിനേയും ഇതിൽ ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന് ഗാന്ധിജി, രാമൻ, പേന, കേരളം എന്നിവ എല്ലാം ദ്രവ്യനാമത്തിൽ പെടുന്നതാണ്. അതുപോലെ ഗുണനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷ സ്വഭാവത്തെയോ കാണിക്കുന്നതാണ് ഗുണനാമം. അഴക്, മിടുക്ക്, സൗന്ദര്യം. ഇപ്പോൾ PSCയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് എന്നിട്ട് അതിൽ നിന്ന് ഗുണനാമം ഏത് അല്ലെങ്കിൽ ക്രിയനാമം ചോദിക്കാറ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഗുണത്തെയോ സവിശേഷത സ്വഭാവത്തെയോ കാണിക്കുന്നതാണ് ഗുണനാമം. അഴക്, മിടുക്ക് എന്നൊക്കെ അതിൽപ്പെടും. നമുക്ക് ക്രിയനാമം എന്ത് നോക്കാം. ഒരു പ്രവൃത്തിയെ കുറിക്കുന്നതാണ് ക്രിയനാമം. ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണിത്. പഠിപ്പ്, അതുപോലെ കാഴ്ച, എഴുത്ത്, ഓട്ടം, ചാട്ടം എന്നൊക്കെ ക്രിയനാമങ്ങളാണ്. ഒരു ക്രിയയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാമങ്ങളാണ് ക്രിയനാമം. അതുപോലെ ഇനി ദ്രവ്യനാമം. നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ദ്രവ്യനാമം നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ദ്രവ്യനാമം 4 ആയി തരംതിരിക്കാം. ആ 4 നമുക്ക് ഓരോന്ന് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. സംജ്ഞനാമം, അതുപോലെ സാമാന്യനാമം, സർവനാമം, മേയനാമം. ഈ 4 ഉള്ളത്. ആ 4 ഓരോന്നായി നോക്കാം. ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ പേരാണ് സംജ്ഞനാമം. അപ്പോൾ കൊച്ചി, അതുപോലെ ഗംഗ, ഉദാഹരണം നിള, സഹ്യൻ അല്ലെങ്കിൽ വ്യക്തിയുടെ നമ്മുടെ പേരൊക്കെ ഈ സംജ്ഞനാമത്തിൽ പെടും. അപ്പോൾ ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ പേരാണ് സംജ്ഞനാമം. അടുത്തതായി സാമാന്യനാമമാണ്. സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ വർഗത്തിൻ്റെയോ ജാതിയുടെയോ പൊതുവായ പേരാണ് സാമാന്യനാമം. മനുഷ്യൻ, അതല്ലെങ്കിൽ പൂവ്, കടൽ ഒക്കെ ഏതെങ്കിലും ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ വർഗ്ഗമാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വർഗ്ഗമാണ് അല്ലെങ്കിൽ ജാതിയുടെ പൊതുവായ പേരാണ് സാമാന്യനാമം. അടുത്തതായി മേയനാമമാണ്. മേയനാമം എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്ത ജാതി വർഗ ലിംഗഭേദമില്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മേയനാമം. ഉദാഹരണത്തിന് മണ്ണ്, നിലാവ്, ആകാശം എന്നിവയൊക്കെ ഈ പ്രപഞ്ച സത്യങ്ങളൊക്കെ ഇതിൽപ്പെടും. മണ്ണ്, നിലാവ്, ആകാശം അളക്കാൻ കഴിയാത്ത ജാതി വർഗ ലിംഗ ഭേദമില്ലാത്തതുമായ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് മേയനാമം എന്ന് പറയുന്നത്. അത് സർവനാമം. 4ാമത്തെ നാമമാണ് സർവനാമം. നമ്മൾ ആദ്യം പറഞ്ഞ് ദ്രവ്യനാമത്തിന് 4 പറഞ്ഞ് ആ 4ാമത്തെയാണ് സർവനാമം. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന പദങ്ങളാണ് സർവനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നീ, ഞാൻ, അവൻ, അവൾ എന്നൊക്കെ നാമത്തിന് പകരമായി നമ്മുടെ പേര് വിളിക്കുന്നതിന് പകരം ഒരു ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പേര് പറയും, പിന്നെ നീ, ഞാൻ എന്നുള്ള ആ ഒരു ഭാഗത്തെയാണ് ആ പറയുന്ന പദങ്ങളെയാണ് സർവനാമം എന്ന് പറയുന്നത്. അതുപോലെ ഈ സർവനാമം എന്ന് പറയുന്നത് നമുക്ക് 3 തരംതിരിക്കാം. സർവനാമം 3 തരംതിരിക്കാം. ഒന്നാമത്തേത് ഉത്തമ പുരുഷ സർവനാമം, രണ്ടാമത്തേത് മധ്യമ പുരുഷ സർവനാമം, മൂന്നാമത്തേത് പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ,
മധ്യമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, മൂന്നാമത്തെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഉത്തമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ ആരാണ് സംസാരിക്കുന്നത് അയാളാണ് ഉത്തമ പുരുഷൻ. ഇപ്പോൾ ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ഞാനാണ് ഉത്തമ പുരുഷൻ. അപ്പോൾ സംസാരിക്കുന്നയാളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സർവനാമങ്ങളെല്ലാം ഉത്തമ പുരുഷൻ സർവനാമങ്ങളാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എന്ന ആ ഒരു വാക്കാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഉദാഹരണത്തിന് ഞാൻ, നാം, നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ അതിൽ പെടുന്നതാണ്. അതുപോലെ മധ്യമ പുരുഷ സർവനാമം സെക്കൻഡ് പേഴ്സൺ, ആരോടാണോ സംസാരിക്കുന്നത് അയാളെ സൂചിപ്പിക്കുന്ന സർവനാമങ്ങളാണ് മധ്യമ പുരുഷ സർവനാമങ്ങൾ. ഇപ്പം ഞാൻ പറയുമ്പോൾ അത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങളാണ് മധ്യമ പുരുഷ സർവനാമം. ഉദാഹരണത്തിന് നീ വരുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ അപ്പോൾ നീ എന്നുദ്ദേശിച്ചാണ് ഇവിടെ മധ്യമ പുരുഷ സർവനാമം. അതുപോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് അവിടെ മധ്യമ പുരുഷ സർവനാമം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം, പ്രഥമ പുരുഷ സർവനാമം. എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നു ആ മൂന്നാമത്തെ ആളാണ് പ്രഥമ പുരുഷൻ. അയാളെ സൂചിപ്പിക്കുന്ന സർവനാമം പ്രഥമ പുരുഷ സർവനാമം. ഉദാഹരണത്തിന് സീത പാടി അവളുടെ പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ അവളുടെ എന്നുള്ള ആ ഒരു വാക്കാണ് ആ നാമത്തിന് ആ ഒരു നമ്മൾ ഉപയോഗിച്ച ആ അവൾ എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതാണ് പ്രഥമ പുരുഷ സർവനാമം. ഇവിടെ ഉദ്ദേശിച്ചത് അവൻ, അത്, അവൾ, അവർ. ഞാനെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉത്തമ പുരുഷനായി, നീ എന്ന് പറയുമ്പോൾ മധ്യമ പുരുഷൻ, അവൾ എന്ന് പറയുമ്പോൾ പ്രഥമ പുരുഷൻ. ഈ മൂന്നും നമ്മൾ ആലോചിച്ചാൽ മതി. ഒരൊറ്റ സെൻറ്റൻസിൽ നമുക്കത് മൂന്നും ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് നമ്മളൊരു ചാർട്ട് രൂപത്തിലാക്കുകയാണെങ്കിൽ ഇതെങ്ങനെ വരുന്നത്, നാമം എന്ന് നമ്മൾ ആദ്യം അത് 3 തരമുണ്ടെന്ന്, ദ്രവ്യനാമം, ഗുണനാമം, അതുപോലെ ക്രിയാനാമം. ഈ 3 തരത്തിലുള്ള നാമങ്ങളാണുള്ളത്. ആ നമ്മൾ ഇവിടെ ദ്രവ്യനാമം നമ്മൾ 4 തരമാക്കി. സഞ്ജനാമം, അതുപോലെ സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നുള്ള 4 തരങ്ങളാക്കി. അതിനുശേഷം സർവനാമം നമ്മൾ 3 തരം, ഉത്തമ പുരുഷ സർവനാമം, അതുപോലെ മധ്യമ പുരുഷ സർവനാമം, അതുപോലെ പ്രഥമ പുരുഷ സർവനാമം. ഇനി നമ്മൾ ഓരോന്നിനും ഉദാഹരണം പറയുകയാണെങ്കിൽ ഗുണനാമം എന്ന് നമ്മൾ പറഞ്ഞു മിടുക്ക് അല്ലെങ്കിൽ അഴക് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ക്രിയാനാമം പറയുകയാണെങ്കിൽ നമ്മൾ നടപ്പ്, ചാട്ടം എന്നൊക്കെയാണ് അതിൽപ്പെടുന്നത്. അതുപോലെ സഞ്ജനാമം എന്ന് പറയുകയാണെങ്കിൽ ഗാന്ധിജി, കേരളം, അങ്ങനത്തെ ഇത് വന്നു. സാമാന്യനാമം എന്ന് പറയുമ്പോൾ മനുഷ്യൻ, മൃഗം എന്നൊക്കെയാണ് നമ്മൾ സാമാന്യനാമത്തിൽ പറഞ്ഞത്. അതുപോലെ മേയനാമത്തിൽ പറയുന്ന ആകാശം, വായു എന്നൊക്കെയാണ് മേയനാമത്തിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞത്. ഒരു സർവനാമം ഞാൻ, നീ എന്നൊക്കെ വരുന്നത് ഈ സർവനാമത്തിലാണ്. പക്ഷേ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ ഉത്തമ, മധ്യമ, പ്രഥമ. ഉത്തമ എന്ന് പറഞ്ഞാൽ ഞാനാണ്, അതുപോലെ മധ്യമ എന്ന് പറഞ്ഞാൽ നീ എന്നുദ്ദേശിക്കുന്നു, അതുപോലെ പ്രഥമ എന്ന് പറഞ്ഞാൽ അവൻ എന്നുദ്ദേശിക്കുന്നു. ഇതാണ് ബേസിക് വരുന്നത്. നമ്മളെ നാമത്തിൽ വരുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.